കഴിഞ്ഞവണ ഞാൻ നിനക്ക് കാശൂടെ വെച്ചിട്ട് പോയില്ലേ? എന്താ കാര്യം? എനിക്ക് ആവശ്യമില്ല എന്നിട്ട്. പിന്നെ നീ ഇവിടെ വന്ന ആവശ്യത്തിന് നാവിലൊരു തെറിയും വരുന്നില്ലല്ലോ. ചക്കാത്തനാണ് നീ വന്നത്. പോലീസുകാരുടെ സ്വഭാവം നിനക്കറിയോ? പ്രൈവറ്റ് ബസ്സിൽ കയറിയ ഫീസ് മുതൽ കാശ് കൊടുക്കൂല, മുടി വെട്ടുന്ന ബാർബർക്ക് കാശ് കൊടുക്കൂല, ഓഫീസർമാര് ബാറിൽ കയറിയ ബില്ല് കൊടുക്കൂല. ബില്ല് ആര് കൊടുക്കൂല? ഓഫീസർമാർ. അല്ലടി, ബാറുടമ ഓഫീസർക്ക് ബില്ല് കൊടുക്കൂല. പക്ഷെ എനിക്ക് തരും. തന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കും. എനിക്ക് ആരുടെയും സൗജന്യമൊന്നും വേണ്ട. വേണ്ട, സാറിന് പണം തരണമെന്നല്ലോ. അത്രേ ഉള്ളൂ, കൂടുതലും ഇല്ല കുറവില്ല. ഫിക്സഡ്. എന്നാൽ ആ കാശിന് സാറ് എനിക്കൊരു സാരി വാങ്ങിച്ചു തരൂ. സാരി എന്ന് വെച്ചാ പുടവ. ഞാൻ നിനക്ക് പുടവ വാങ്ങി തരണം. ഞാൻ നിന്റെ നായനാവണം. പുതിയ ഉള്ളവനോടി ഞാൻ കുടി നിർത്തുന്നതിന്റെ ഭാഗം, അല്ലെങ്കിൽ അടിച്ചിന്റെ പല്ല് ഞാൻ കുടിച്ചാ പോവാം. കുടി നിർത്തിയോ? ഉപ്പ് ഇപ്പഴങ്ങ് എടുത്തു വെച്ചോളൂ. എടാ നാറി, സോറി തിരുമേനി, ഇവിടെ നിന്ന് അങ്ങോട്ട് വിടവുള്ള. അതുകളാ നിനക്ക് വേണ്ടി മാക്സിമം എനിക്ക് ചെയ്യാവുന്നത് ഒരു ചിന്ന വീട് വെച്ചുതരാം. കീപ്. പക്ഷെ നീ പുറത്ത് വേറെ ഒരുത്തനുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. പാടിയാ കൊല്ലും. നിനക്കുള്ള ചെലവ് ഞാൻ തരും. പിന്നെ ഈ ഓട്ടം നിർത്തണം. ഷെഡ്ഡിൽ കയറി കിടന്നോളാം. പറ, എത്ര രൂപ വേണം? എന്നെ വിലക്കെടുക്കാനാണോ? സാറ് കൈക്കൂലി വാങ്ങില്ലെന്നാ ഞാൻ കേട്ടത്. അത് നല്ല തുക ആരും തരാത്തോണ്ടാ. അതുകളാ എന്റെ യോഗ്യതയെ പറ്റിയൊന്നും നീ പറയണ്ട. കാശ് പറ. പിന്നെ ശമ്പളമല്ലേ ഉള്ളൂ. മാസം 1500 ഒക്കില്ല. ഒരു രാത്രി കൊണ്ട് അതിലിരട്ടി ഞാൻ ഉണ്ടാക്കും സാർ. സാറിന് എന്നെ വിലക്കെടുക്കാനാവില്ല. നിങ്ങൾക്ക് വേണോ പണം, സ്ഥലം മാറ്റം, പ്രമോഷൻ? ഞാൻ വാങ്ങിച്ചു തരാം. തിരുവനന്തപുരത്തേക്ക് പോകണ്ട, അവന്മാർ ഇവിടെ കൊണ്ടുതരും. എടി നീ എനിക്ക് പ്രൊമോഷൻ ഇടാം. വേണ്ട സാർ, കാശാണ് സാറ് വിലമതിക്കുന്നതെങ്കിൽ എന്തൊരു സാർ ഈ ജോലി? കാലത്ത് മുതൽ ബൂട്ടും തൊപ്പിയും കാക്കിയും ഇട്ട് നടന്നാൽ നിങ്ങൾക്ക് എന്തോ കിട്ടും? അതിൽ കൂടുതൽ ദിവസവും 4 താടി പഠിച്ചു കൊടുത്താൽ അമ്പട്ടന് കിട്ടുമല്ലോ. അടിച്ചോളൂ. എന്ത് നിർത്തിക്കളഞ്ഞത്? ഈ ശരീരം ലാളിക്കുന്നതാ ചിലർക്കിഷ്ടം. തലോടാനാണ് പലർക്കും കൊതി. പക്ഷെ അവരുള്ള എനിക്കറിയാം, കാര്യം കഴിയുന്നവരേ ഉള്ളൂ. സാറെന്നെ അടിക്കുമ്പോഴും മനസ്സിൽ വെറുപ്പ് കാണില്ല. അതാണ് എനിക്കിഷ്ടം. എന്ന് വെച്ചാൽ നിനക്ക് എന്നോട് റൊമാൻസ് തോന്നുന്നുണ്ടല്ലേ? ഒരുത്തി പ്രേമിച്ച് മുടിച്ചതാണ് എന്നെ. അതിന്റെ ഹാങ് ഓവർ പോകാനാണ് നിന്നോട് വരാൻ പറഞ്ഞത്. നിനക്ക് മറ്റുള്ള സൂക്കർ തുടങ്ങിയാൽ ചവിട്ടി ഞാൻ പുറത്താക്കും. എനിക്കാരോടും റൊമാൻസും പ്രേമവും ഒന്നുമില്ല. സാറ് പറഞ്ഞ പോലെ പലർക്കും ശരീരം വിറ്റ് നടക്കുന്നവളല്ലേ. എങ്ങനെയുണ്ടാവും? ഒരാളെ മാത്രം മനസ്സിൽ ധ്യാനിക്കാൻ, അതേ ആളിന്റെ സ്വന്തം അവൻ മോഹിക്കാനേ പറ്റും. നടക്കില്ല സാർ. ഇല്ല സാർ, സാറിനെ ഞാൻ ഒരിക്കലും പ്രേമിക്കില്ല. ഉറപ്പാണല്ലോ? നമ്പൂരി, നമ്പൂരി, എഴുന്നേറ്റേ, എഴുന്നേറ്റ. എന്തിനോടാണ് നടക്കുന്നത്? വെപ്പും തേനൊക്കെ അവിടെയല്ലേ? കടപ്പ് അവിടെ തന്നെ മതി. അസുരന്റെ കൂടെ ആവായിരുന്നു. ഇന്നലെ രാത്രി വേറെ ആളും ഒന്നും അവിടെ കൂടെ കിടക്കാൻ. വരുന്നു ഇയാൾ തന്നെ. ഇറങ്ങി പോകുകേ. ദേശീയ സഹാരമൊക്കെ എന്റെ അടുത്തല്ലേ ഉള്ളൂ. ഇവിടെ വയ്യല്ലോ. ഇഷ്ടകാരിയല്ലേ? അമ്പലത്തിൽ നിന്ന് വരികയായിരിക്കും അല്ലേ? ഞാൻ അതെ. ആ പ്രസാദവുമായിട്ട് ഇങ്ങോട്ട് വരരുത്. ഈ ഉമ്മത്ത് കയറരുത്. രാധേ, ഞാനും നീയും അങ്ങനെ കഴിഞ്ഞിരുന്നവരാണ്. എന്റെ ഉണ്ണി നിന്റെ കൂടി അനിയനാണെന്നാ ഞാൻ കരുതിയിരുന്നത്. അവനെ പൊലിക്ക് കൊടുത്ത ദുഷ്ടന്റെ കൂടെ കഴിഞ്ഞിട്ട് ഇല്ല രാധേ, അദ്ദേഹം ഒരിക്കലും അത് ചെയ്യില്ല. നിനക്ക് അങ്ങനെ പറയാൻ ഒക്കും. പലതും ഞാൻ കേട്ടിരുന്നു നിന്നെ പറ്റി. എന്നാൽ ഇത്തരം ഒരു മനുഷ്യന്റെ കൂടെ നീ ഇല്ല. ഇനി നാം തമ്മിൽ കാണണ്ട. പോയിക്കോളൂ രാധേ. പോകാൻ പോകാം. അതിനു മുൻപ് എനിക്ക് പറയാനുള്ളത് കൂടി നീ കേൾക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട, കേൾക്കണം. കേൾപ്പിച്ചിട്ടേ ഞാൻ പോകും. പലപ്പോഴും ഞാൻ നിന്നോട് പറയാൻ ഒരുങ്ങിയതാ, കഴിഞ്ഞില്ല. ഒരിക്കൽ ഒരാളോടെങ്കിലും തുറന്നു പറയാതെ എനിക്ക് സ്വസ്ഥത കിട്ടില്ല. എനിക്ക് സ്വസ്ഥത കിട്ടില്ല രാധേ. നിനക്ക് ഓർമ്മയില്ലേ, തിരുമേനിക്ക് പാലക്കാട്ടേക്ക് മാറ്റമായപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി.
പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കായി. എന്റെ പാർട്ട് ടൈം ജോലിയൊന്ന് സ്ഥിരമാക്കി കിട്ടാൻ ഞാൻ പലരെയും സമീപിച്ചിരുന്നു. കൂട്ടത്തിൽ ചന്ദ്രഹാസൻ വലിയ നേതാവാ. ചന്ദ്രാജിന്ന് വിളിക്കും. അങ്ങേര് ശുപാർശ ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു കുട്ടിയാണ്. ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം സഹായം ചെയ്തിരിക്കണം. ചന്ദ്രരാജ് പറഞ്ഞാൽ പിന്നെ ചെയ്തു കൊടുക്കാതെ പറ്റുമോ? അപ്പോ നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒക്കെ കാണുമല്ലോ. ഐ മീൻ ഇന്റർവ്യൂ. 11:30 എനിക്ക് മിനിസ്റ്ററുമായി അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഞാൻ റെസ്റ്റ് ഹൗസിൽ കാണാം. സീത പരിഭ്രമിക്കണ്ട. സുകുമാരൻ നായർ സ്വന്തം ആളായിട്ട് കണ്ടാ മതി. ഞാൻ ഇറങ്ങുന്നു. സർട്ടിഫിക്കറ്റ് എല്ലാം ഈ ഫയലിലുണ്ട്. അതൊന്നും എനിക്ക് കാണണ്ട. ഇതൊരു ലേസൺ ഓഫീസാണ്. കമ്പനിക്ക് താല്പര്യമുള്ള പല ഗസ്റ്റുകളും ഇവിടെ വരും. അവരെ കാര്യമായി സ്വീകരിക്കുക. വേണ്ടപ്പോ അവരെ ഒന്ന് എന്റർടൈൻ ചെയ്യുക. അതിനുള്ള യോഗ്യത കുട്ടിക്കുണ്ടെന്ന് ഈ ശരീരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്താ നിങ്ങൾ പറയുന്നത്? ചന്ദ്രരാജ് നാട്ടിൽ നിന്ന് ഫോണിൽ വിളിച്ചപ്പോ ഞാൻ എല്ലാം വിശദമായി പറഞ്ഞിരുന്നു. പിന്നെന്താ ഒരു മനസ്സിലാകായിക? കണ്ടറിഞ്ഞു നിന്നാൽ അതിൻ്റെതായ മെച്ചമുണ്ടാവും. പരിഭ്രമിക്കണ്ട, ഇവിടെ വേറെ ആരുമില്ല. അത്രയ്ക്കായോ? അവനെ വെറുതെ വിടില്ല. ആ തെമ്മാടി പോലീസിൽ ഏൽപ്പിക്കണം സാർ. കറക്റ്റ്. ഞാൻ പോലീസ് ഐ ജി വിളിക്കട്ടെ. എന്തിനാ നമ്മൾ ഇവിടേക്ക്? ഐ ജി കണ്ടേ? പിന്നീട് എത്ര പേർ അവിടെ വന്നെന്നോ എത്ര ദിവസം അവിടെ കഴിഞ്ഞെന്നോ എനിക്ക് ഓർമ്മയില്ല. അതിനിടയ്ക്കാണ് അവിടെ പോലീസ് റെയ്ഡ് ഉണ്ടായത്. എന്നെ അവരെ കൂട്ടത്തിൽ കൊണ്ടുപോകരുത് സാർ. ഞാൻ ഒരു കുറ്റം ചെയ്തവളല്ല. ഓ പിന്നെ നീ മാത്രം ഒരു ശീലാവതി. സാർ, എന്നെ അവർ ചതിച്ചതാണ്. ഒരു ജോലി തേടി പുറപ്പെട്ട ഞാൻ ഇവിടെയാണ് എത്തിയതെന്ന് അറിഞ്ഞാൽ എന്റെ വീട്ടുകാർ സഹിക്കില്ല. ഞാനും നശിച്ചു. ഇനി അവരെ കൂടി ആത്മഹത്യക്ക്. എന്നെ രക്ഷിക്കണം സാർ, എന്നെ രക്ഷിക്കണം. പുറമേ ക്രൂരനാണെങ്കിലും അയാളുടെ ഉള്ളിന്റെ അലിവ് ഞാൻ അന്ന് മനസ്സിലാക്കി. എന്നോട് ആ മനുഷ്യന് ദയ തോന്നി. നിന്റെ വീട് എവിടാ? കോഴിക്കോട് അടുത്ത് മുക്കം. വണ്ടിക്കൂലി കഴിച്ച് ബാക്കി ചില്ലറ ചെലവിന് കാണും. ഇനി നിന്നെ ഈ സിറ്റി കണ്ടുവരുത്. പോ. മടങ്ങിപ്പോകാൻ പറയാൻ എളുപ്പമാണ്, പക്ഷെ എങ്ങനെ? ആത്മഹത്യ വരെ ഞാൻ ആലോചിച്ചു. അതൊന്നിനും പരിഹാരമാവില്ലല്ലോ. എല്ലാം നഷ്ടപ്പെട്ടവളായിരുന്നു ഞാൻ. എങ്കിലും എന്റെ ശരീരത്തിന് വില കിട്ടുമെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് എന്റെ കുടുംബം പുലർന്നു. സീതേ, ഇന്ന് ഞാൻ ആ തൊഴിൽ നിർത്തി. അതിന് കാരണം ഈ മനുഷ്യനാണ്. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ഏറ്റുവാങ്ങിയ അങ്ങേരുടെ വേദന ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, എനിക്കുറപ്പാണ് അയാൾക്കൊരു ജീവിയെയും കൊല്ലാൻ കഴിയില്ല. ചേച്ചി ഇപ്പൊ വരും. വരട്ടെ, നമുക്കൊട്ടും തിരക്കില്ല. എണ്ണം തെറ്റില്ലോ. എന്തിനാ നോട്ട് എണ്ണുന്നേ? ഇവിടെ തരാനാ? ആ അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു. കാലം പോയ പോക്കേ. മുമ്പ് നമ്പൂതിരിയായി ജനിച്ചാ മതി. ഊണായാലും ഇഷയായാലും ഒരു മുട്ടുമില്ലാതെ നടക്കും. അന്നുള്ളവർക്ക് സന്ധ്യയാവുമ്പോ പാനീസും കത്തിച്ച് ഇറങ്ങേ വേണ്ടു. കോവിലകത്തെ തമ്പുരാട്ടികൾക്ക് കുത്തിരിപ്പ്, നാട് നീള സംബന്ധം, രാവും പകലും ഇരിക്കപ്പുറതയില്ലാത്ത അഭ്യാസം തന്നെ. കുട്ടി പറഞ്ഞാ വിശ്വസിക്കില്ല.
എനിക്ക് ഇതുവരെ ഒന്നും തരായിട്ടില്ല. എന്താ നിങ്ങൾ പറയുന്നേ? ഇവിടെ വന്ന് കുട്ടിയെ കണ്ടപ്പോ സംശയായി. ആരോടാ പറയേണ്ടത്? ഏതായാലും ഇന്ന് മൂത്ത ആളെ ഉദ്ദേശിച്ചാ വന്നത്. ആ ഞാൻ കുളിക്കായിരുന്നു തിരുമേനി. വിശേഷായി, ശുദ്ധായല്ലോ. ഞാൻ കാലത്ത് തിരുവാച്ചലിൽ പോയി വിസ്തരിച്ചു കുളിച്ചു. കൃഷ്ണന്റെ അമ്പലത്തിൽ തൊഴുതു. ഞാൻ പോവാച്ചി. സാറ അയച്ചാണോ തിരുമേനി? ഏയ്, ഞാൻ അങ്ങനെ കാപ്പി എടുക്കട്ടെ? അതൊക്കെ കഴിഞ്ഞിട്ട് മതി. നല്ല ക്ഷീണുണ്ടാവൂലോ. ഓ, എന്ത് കഴിയാൻ? ആദ്യം ഇതങ്ങോട്ട് വാങ്ങിക്കൂ. എന്താ ഇത്? നാടാടിയാണേ. അപ്പൊ പിന്നെ പ്രതിഫലം എന്ന് പറയാൻ വയ്യ. ഒരു ദക്ഷിണയായിട്ട്. തിരുമേനി, ഇനി താമസിക്കരുത്. എന്റെ ഉടല് വിറയ്ക്കണു. വിടാൻ വിടാൻ. വയസ്സ് പോരായിട്ടാണോ എന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഇറങ്ങിപ്പോണം. ഇറങ്ങിപ്പോകാൻ. അതെന്താ അങ്ങനെ? പാവമാണ് തിരുമേനി. ആ പോലീസ് ഇൻസ്പെക്ടർ അടക്കം നാടൊട്ടുക്കും ആവാല്ലേ? ഒന്നില്ലെങ്കിൽ ഞാനൊരു ബ്രാഹ്മണനല്ലേ? ബ്രാഹ്മണന്റെ മൗത്ത് എന്നോട് പറയരുത് തിരുമേനി. കൂട്ടുപരയിൽ ഊൺ പണവും കൊടുത്ത് ബ്രാഹ്മണനെ സൽക്കരിച്ച ഒരു കോവിലകത്ത ഞാനും ജനിച്ചത്. എന്റെ അച്ഛനും ഒരു നമ്പൂതിരിയായിരുന്നു. നേമടിയും മാലിക്കാനും പോയി. നാലുകെട്ടിൽ പട്ടിണിയായപ്പോൾ എന്റെ അമ്മയുടെ സംബന്ധക്കാരനും പോയി എന്റെ 7-ാം വയസ്സിൽ. പിന്നീട് ഞാൻ എന്റെ അച്ഛൻ തിരുമേനിയെ കണ്ടിട്ടില്ല. ഇടവണ്ണ പാലൂര് മനക്കൽ കിടന്ന് ഈടെ അങ്ങേര് നരകിച്ച് ചത്തെന്ന് ഞാൻ കേട്ടു. എന്റെ ഇല്ലത്തോ? അപ്പൊ കുട്ടി കുറ്റല്ല, നാടിനേളെ സംബന്ധമായിട്ട് നടന്ന നിങ്ങളുടെ കാരണവന്മാർക്ക് എവിടെയൊക്കെ കുട്ടികളുണ്ടായെന്ന് അറിയൂ. സ്വന്തം മക്കളെ പോലും അവർ വ്യഭിചരിച്ചു കാണില്ല തിരുമേനി. എന്റെ ഈശ്വര, ശിവ. വെറുതെ അല്ല, കുടുംബത്തോടെ മുടിഞ്ഞു പോയത്. കുട്ടി, എന്നോട് ക്ഷമിക്കൂ. ഞാൻ അറിയാതെ. എനിക്കറിയാം തിരുമേനി. സ്വജാതിയിൽ എന്റെ അച്ഛന് പിറന്ന 6 പെൺമക്കൾ ആ മനയിൽ ഇപ്പോഴും ഉണ്ടെന്ന്. മൂത്ത് നരച്ച് പട്ടിണി കിടന്ന് നരകിക്കുന്ന അവർക്കൊണ്ടേ കൊടുക്കൂ ഈ കാശ്. വ്യഭിചരിക്കാനല്ല, ഒരു നേരത്തെ ആഹാരത്തിന് ഈ അപ്പൻ നമ്പൂതിരിയുടെ ദാനമായിട്ട് റേഷൻ അരി വാങ്ങിക്കാൻ. ഇതിൽ പറയുന്ന കോഡ്ലെസ് ഫോണിന് 3000 രൂപ വില വരും. തരാം. എന്നാലും വേണമല്ലോ.